നിങ്ങളുടെ ഇഷ്ട പരമ്പരകൾ എക്സ്ക്ലൂസീവായി സൺ നെക്സ്റ്റ് ആപ്പിലൂടെ തികച്ചും ഫ്രീ ആയി ഇപ്പോഴേ ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ. ഉള്ള വസ്തുവാണെന്നും അതിന് വേറെയും അവകാശികൾ ഉള്ളതുകൊണ്ടാണ് ഇതുവരെ വിറ്റുപോകത്തെന്നും ആരോ ഇവരോട് പോയി പറഞ്ഞെന്നും. അങ്ങനെ ആരെങ്കിലും വന്ന് പറഞ്ഞാൽ നിങ്ങൾ അത് വിശ്വസിക്കണം. ഇതാരോ മനഃപൂർവ്വം പറഞ്ഞുണ്ടാക്കുന്നതാണ്. സേതു, നീ ചൊന്നത് ഉണ്മയായിരിക്കലാം. അന്ത പ്രോപ്പർട്ടി എനിക്ക് തേവയല്ലേ. എന്തോ പറയുന്നത്? അവർക്കിനി അമ്മയുടെ വസ്തു വേണ്ടെന്നാ പറയുന്നത്. അയ്യോ, ഇങ്ങനെ പറഞ്ഞാൽ എങ്ങനെയാ? നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടല്ലേ അന്ന് അഡ്വാൻസ് തന്നത്? ഭഗവാനെ, ഞങ്ങൾ ആ കാശിന് ഈ വീട് വാങ്ങുകയും ചെയ്തു. അങ്ങനെയൊന്നും പറഞ്ഞാൽ പറ്റില്ല. നിങ്ങൾക്ക് തന്ന 1.5 കോടി രൂപ ഞങ്ങൾക്ക് തിരികെ വേണം. ആമാ മുരുക, വെറുതെ നീ ആവശ്യമില്ലാത്ത പ്രശ്നങ്ങളൊന്നും ഉണ്ടാക്കരുത്. വല്ലവരും എന്തെങ്കിലും പറയാൻ നിങ്ങളുടെ ബോസ് വിശ്വസിക്കൂ? അല്ല, അങ്ങനെ ഒന്ന് പറഞ്ഞ വിദ്വാൻ ആരെന്ന് പറ. ആരാന്ന് ഞങ്ങൾക്കറിയില്ല. ഇതാരോ ഈ വസ്തു കച്ചവടം ആവാതിരിക്കാൻ വേണ്ടി കളിക്കുന്നതാണ് മുരുകണ്ണ. നിങ്ങൾക്ക് വേണമെങ്കിൽ പേപ്പറൊക്കെ പരിശോധിക്കാം. இந்த மாதிரி ப்ராப்ளம்ஸ் உள்ள ப்ராப்பர்ட்டி ഒന്നും എങ്ങൾക്ക് തേവയില്ല. അങ്ങനെയാണെങ്കിൽ ഞങ്ങൾക്കും ആലോചിക്കാനുണ്ട്. ഇതെന്താ പിള്ളേരുകൾ കാണോ? സേതു, ഇത് നിസ്സാരപ്പെട്ട കാശിന്റെ ഇടപാടല്ല. ബിസിനസ് ആവുമ്പോ ഇങ്ങനെയൊക്കെ സംഭവിക്കും. അതിന് ഞങ്ങളല്ല കുറ്റപ്പെടുത്തേണ്ടത്. ആരാ ഈ കാര്യം പറഞ്ഞെന്ന് കണ്ടുപിടിക്കും. ചുമ്മാ ഇരിക്ക് സേതു, ചുമ്മാ ഇരി. ഒരു സംസാരം വേണ്ട മുരുക. സത്യമായിട്ട് ഞങ്ങൾ ഈ വീട് വാങ്ങിയില്ലായിരുന്നെങ്കിൽ ഇപ്പൊ തന്നെ ആ കാശ് തിരികെ തന്ന് ഈ പ്രശ്നത്തിനൊരു പരിഹാരം ഉണ്ടാക്കിയേനെ. അതൊന്നും നടക്കത്തില്ല അമ്മേ. ഇതൊരു മനഃപൂർവ്വം പറയുന്നതാണ്, വെറുതെ വസ്തുവിന് വിലയടിച്ച് താഴ്ത്താൻ വേണ്ടി. സേതു, ഞങ്ങൾക്ക് അതിന്റെ ആവശ്യമില്ല. വിഴിഞ്ഞത്ത് ഞങ്ങൾ വാങ്ങിക്കുന്ന 4ാമത്തെ വസ്തു അത്. മറ്റുള്ള വസ്തുവിനൊന്നും ഒരു പ്രശ്നമില്ലായിരുന്നു. ഇതിൽ പിന്നിൽ ആരാണെന്ന് നിങ്ങൾ കണ്ടുപിടിക്കണം. ഞങ്ങൾക്ക് അതിന്റെ ആവശ്യമൊന്നുമില്ല. മറ്റാരെങ്കിലും വസ്തുവിന് വന്നാൽ അവർ തരുന്ന അഡ്വാൻസ് വാങ്ങിച്ച് നിങ്ങൾക്ക് തരാം. അല്ലാതെ നടക്കാൻ പോകുന്നില്ല. രമേശ, ഇതിന് മറുപടി പറയേണ്ട നീയാ. എന്താ അവരുടെ ഉദ്ദേശം? മുരുകണ്ണ, ഒന്ന് സമാനപ്പെട്. എന്തെങ്കിലും വഴി ഉണ്ടാക്കാം. രമേശ, ഇവരോട് ഇപ്പൊ പോവാൻ പറ. നമുക്ക് ഭാവനയോട് സൂര്യോട് ആലോചിച്ചിട്ട് മറുപടി പറയാം. അതിന്റെ ഒന്നും ആവശ്യമില്ല അമ്മേ. അഡ്വാൻസ് വാങ്ങിയത് നീ അല്ലല്ലോ, ഞാനല്ലേ? മുരുക, എന്താ വേണ്ടെന്നുള്ളത് ഞങ്ങളൊന്ന് ആലോചിക്കട്ടെ. ശരി, ഞങ്ങൾ നാളെ വരും. അപ്പൊ കൃത്യമായിട്ട് മറുപടി കിട്ടണം. പുത്തുണവാ, നമുക്ക് പോവാം. വരട്ടുമാ. ഇവർക്ക് എവിടുന്ന് കയറി വരുന്നു? ഇതെന്താ ഇവരാണ് എന്റെ കറണ്ട് പാർട്ടി എന്ന് പറയുന്നത്? ഒന്ന് പതുക്കെ പറയടാ. അവര് പറഞ്ഞു കേട്ടല്ലോ, അവര് ആദ്യമായിട്ടല്ലേ വിഴിഞ്ഞത്ത് വസ്തു വാങ്ങിക്കുന്നത്. ഇതാരോ നമുക്കിട്ട് പണിയുന്നതാ. സേതുവേട്ടൻ എന്തിനാ ആവശ്യമില്ലാത്തൊക്കെ സംസാരിക്കാൻ പോയത്? ഇവിടെ ഇപ്പോ ന്യായമല്ലാത്തൊന്നും അവരാരും പറഞ്ഞില്ലല്ലോ. പിന്നെ അവര് പറഞ്ഞു എന്തോ? സേതു, ചുമ്മാ ഇരി. 1-2 രൂപയല്ല അവര് നമുക്ക് അഡ്വാൻസ് ആയിട്ട് തന്നത്. അപ്പൊ ആ വസ്തു വിൽക്കാൻ പറ്റൂലേ? വിൽക്കാൻ പറ്റില്ല എന്നുണ്ടെങ്കിൽ വേണ്ടാന്ന് വെക്കുക. അല്ലാതെ ഞാൻ എന്ത് ചെയ്യാനാ? ഭരതേട്ടനോട് വിളിച്ചൊന്ന് പറഞ്ഞാലോ ആന്റി? ഇല്ല മോളെ, ഇപ്പൊ ന്യായം അവരുടെ ഭാഗത്താണ്. അല്ലെങ്കിൽ പിന്നെ നമുക്ക് പാരയായിട്ട് വന്നത് ആരാന്ന് വെച്ചാ കണ്ടുപിടിക്കാൻ പറ. അവകാശി എന്ന് പറയുമ്പോ ഇനിയിപ്പോ മോഹനമാമനായിരിക്കോ? നേരത്തെ ആയിരുന്നെങ്കിൽ അങ്ങനെ സംശയിക്കായിരുന്നു മായേച്ചി. ഇത് മറ്റാരുടെയോ നീക്കുവാ. മായ, കുടിക്കാൻ കുറച്ച് വെള്ളം എടുത്ത്. നിനക്കെന്താടാ? അഡ്വാൻസ് വാങ്ങി എനിക്കില്ലല്ലോ ഇത്രയും ടെൻഷൻ. ഒന്നുമില്ല അമ്മേ. ഇത് കണ്ടോണ്ടല്ലേ ഞാനൊരു വീട് നോക്കിയത്. അതെ അമ്മേ, ഞാനും കണ്ടത് ഒരുപാട് സ്വപ്നം. അയ്യോ,
ഇവർക്കൊക്കെ സ്വപ്നം കാണാൻ ഒരു ചെലവും ഇല്ലല്ലോ. ഇതാ ഇങ്ങ്. ഇവനെന്തുവാ ഇത്? വെള്ളം കണ്ടിട്ട് കുറെ നാളായതുപോലെയാണല്ലോ. എന്തുവാടാ? രമേശ നീ വന്നേ, വാ, ഞാൻ ഇപ്പൊ വരാം. ഇവനെങ്ങോട്ട് പോകുന്നു? നീ പതിവില്ലാതെ അച്ഛനെ തൃപ്തിപ്പെടുത്താൻ നിന്നപ്പോഴേ ഞാൻ വിചാരിച്ചതാ ഇങ്ങനെ എന്തെങ്കിലും വന്ന് ചേരുമെന്ന്. എടി, മനസ്സിനകത്ത് വല്ല നല്ല ചിന്തയോടുകൂടി വേണം ഇതൊക്കെ ചെയ്യാൻ. ചേടാ, ഇതിപ്പോ ഞാൻ വിളക്ക് കത്തിച്ചത് കുറ്റമായോ? അയ്യോ, ഞാനായിട്ടൊന്നും പറയുന്നില്ലേ. ആ, എല്ലാരും കൂടി ഇനി ആന്നും പറഞ്ഞോണ്ടിരുന്നാ മതി. ഭാവന ആന്റിയാ? അച്ഛൻ്റെ സൂര്യ. ആന്റി? ആ മോനെ, ഈ ഭാവനയോ? ആ, ഭാവന ഇപ്പൊ വരും. എന്തെങ്കിലും അർജന്റ് ആണോ? ആ, അത് മോനെ, അത് വസ്തുവിന് അഡ്വാൻസ് തന്നിരുന്നില്ലേ? അവര് വന്നിട്ടുണ്ടായിരുന്നു. അവർക്ക് ആ വസ്തു വേണ്ടെന്നാ പറയുന്നത് മോനെ. വസ്തു വേണ്ടെന്നോ? അതെന്താ പെട്ടെന്ന് ഇപ്പൊ അങ്ങനെ ഒരു തീരുമാനം? എനിക്കറിയില്ല മക്കളെ. ആ വസ്തു വാങ്ങരുതെന്ന് അവരോട് ആരോ വന്ന് പറഞ്ഞു എന്നാ പറയുന്നേ. എന്താ ആന്റി ഇത്? അങ്ങനെ ഒരാൾ പോയി പറഞ്ഞ ഉടനെ അങ്ങ് വേണ്ടെന്ന് വെക്കണോ? എനിക്കറിയില്ല മോനെ. കേട്ടപ്പോ തൊട്ട് എന്റെ കൈയും കാലും വിറയ്ക്കുക. ആന്റി ടെൻഷൻ ആവാതിരിക്കുക. എന്താ സൂര്യ? ആന്റി, എന്താ പറ്റി? ഞാൻ ഭാവനയ്ക്ക് കൊടുക്കാം. എന്താ അമ്മേ? അമ്മേ, അമ്മ വിഷമിക്കാതെ. ഇതാരോ മനഃപൂർവ്വം ചെയ്താ. കയ്യും കാലും വിറച്ചിട്ട് വയ്യ. നീ ഇങ്ങോട്ടൊന്ന് വരുവോ? വരാമേ. അതാരാ ചെയ്തെന്നറിയണമല്ലോ. അമ്മ ഇപ്പൊ തൽക്കാലം ഫോൺ വെക്കേ. ആ, എന്നാ ശരി. എന്താ സൂര്യ ഇങ്ങനെ? ആരാ ഇങ്ങനെ ഒരു ചതി ചെയ്തത്? എന്തായാലും അറിയാവുന്ന ആരോ ആണ്. സൂര്യ, ഒന്ന് റെഡിയാവും. നമുക്കൊന്ന് പോയിട്ട് വരാം. ഇനിയിപ്പോ നിന്റെ മോഹനമാവൻ തന്നെ ആയിരിക്കും ഇതിന് പിന്നില്. അതും വിശ്വസിക്കാൻ പറ്റില്ല സൂര്യ. വസ്തു വാങ്ങാൻ വന്നവരോട് നേരിട്ട് പോയി പറഞ്ഞെന്നാ പറയുന്നത്. വസ്തുവിന് വേറൊരു അവകാശം കൂടിയുണ്ട്. നോക്കിയും കണ്ടും വേണം വാങ്ങാനെന്നാ അവര് പറഞ്ഞത്. അപ്പൊ പിന്നെ ഇത് ആരായിരിക്കും? സൂര്യ, നമുക്കാദ്യം വീട്ടിലേക്ക് പോ. ഈ വിവരം അറിഞ്ഞ് സേതോട്ടം വയലന്റ് ആയി അമ്മ പറഞ്ഞത്. അത് പിന്നെ ആരായാലും വയലന്റ് ആവില്ല. താൻ വേഗം റെഡിയാവാ.